ദൈവത്തിന് സ്തുതി. കീപ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്മസ്. ഈ ക്രിസ്മസിന് നമ്മുടെ ക്രിസ്തു എവിടെയാണ്? ഡിസംബർ 1 മുതൽ നമ്മൾ ആഘോഷിക്കുകയാണ് ക്രിസ്മസ്, അല്ലേ? നമ്മുടെ വീടുകളെ അലങ്കരിക്കുന്നു, നമ്മൾ പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നു, നമ്മൾ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഭാഗമായാണ് ചെയ്യുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രിസ്തീയ മൂല്യം നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചോ? പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം. നമ്മൾ ആഘോഷങ്ങൾ നടത്തണം, നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കണം. എങ്കിലും നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് അവിടെ ആരെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിന് കഴിവില്ല എങ്കിൽ അവർക്കൊരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. നമ്മുടെ സാധാരണക്കാരിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒത്തിരി പേർ ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിലുണ്ട്. ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് നമുക്ക് പോകാം. ആ പരിസരങ്ങളിൽ കൂടി നമുക്കൊന്ന് നടക്കുവാൻ സാധിച്ചാൽ കാണുവാൻ പറ്റും, പ്രിയമുള്ളവരെ, അവരുടെ അവസ്ഥ. ആ നിസ്സഹായ അവസ്ഥയിൽ നമുക്ക് കൂടെ ഉണ്ടാവാൻ സാധിക്കണം. ഇതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ മൂല്യം. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ആരെയും കാണാൻ സാധിച്ചില്ല എങ്കിലും നോക്കൂ, നമ്മുടെ ഇടയിൽ ഒത്തിരി അഗതി മന്ദിരങ്ങളുണ്ട്, ഒത്തിരി വൃദ്ധമന്ദിരങ്ങളുണ്ട്. അതിൽ ഒന്നിൽ നമുക്ക് സന്ദർശിക്കാം. അവിടെയുള്ളവർ ഒരുപക്ഷെ ആരെങ്കിലും ഒന്ന് വരുമെന്ന് നോക്കിയിരിക്കുന്നവരായിരിക്കുമല്ലേ. നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം. നമ്മളെ തന്നെ വിലയിരുത്തണം. നമ്മൾ ക്രിസ്തു ജനിച്ചോ? നമ്മുടെ ക്രിസ്തു എവിടെയാണ്? നമ്മൾ നമ്മുടെ ദൈവത്തെ കണ്ടോ? നമുക്ക് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് സാധിച്ചോ? പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിക്കുകയാണ്. പ്രിയജനമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇന്നും നിങ്ങൾക്കായി ജീവിക്കുന്നു. നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? സ്നേഹവും കരുണയും പങ്കുവെച്ച് നമുക്കും ഈ ക്രിസ്മസ് ആഘോഷിക്കാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് നിങ്ങൾക്കും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.